PSC ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് അല്ല ഇടുന്നത്, പകരം നിങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ള ടോപ്പിക്കുകളാണ്. അതിൽ സയൻസ് ആണ് വേണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ ജീവശാസ്ത്രമാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജീവശാസ്ത്രം മാത്രമല്ല, ഇനി നമുക്ക് പഠിക്കാനുള്ളത് കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ എക്കണോമിക്സ്, ഇന്ത്യൻ ഭരണഘടന, പിന്നെ നമ്മുടെ കലാ സാഹിത്യം, സംസ്കാരം, കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുകൾ ആയിട്ടുള്ളതും. അപ്പോൾ അതുകൊണ്ട് ദിവസം ഒരു 1-2 വീഡിയോ ഇട്ടത് കൊണ്ടൊന്നും നമുക്ക് ഈ ടോപ്പിക്ക് എല്ലാം പരീക്ഷയ്ക്ക് മുമ്പ് എടുത്തു തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഒരു 2-3 അല്ലെങ്കിൽ 4 ക്ലാസ്സുകൾ അടുപ്പിച്ച് ഇടുക എന്നുള്ളതാണ്. അതിന് ഏത് സമയത്തായിരിക്കും ഇടാൻ നിങ്ങൾ കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളൊരു സമയം നോക്കി വേണം ഇടാൻ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ അതായത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക, അതായത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടുക. കാരണം വ്യൂവേഴ്സ് കൂടുതലുള്ള സമയം നോക്കിയായിരിക്കും ഞാൻ ഈ നമ്മുടെ വീഡിയോ ടോപ്പിക്കുകൾ ഇടുന്നത്. അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടണം. മാത്രമല്ല ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. കാരണം ഞാനിത് ഇടുന്നതിന് മുമ്പ് ടെലഗ്രാം ചാനലിൽ നമ്മൾ അതിനൊരു മെസ്സേജ് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് മിസ്സാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ എനേബിൾ ചെയ്തിടുക, ഈ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്നത് ജീവശാസ്ത്രമാണ്. നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് പോകാം, നമുക്ക് കൂടുതൽ സമയമില്ല കളയാൻ. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കാം. ജീവശാസ്ത്രമാണ്, അതിലെ മനുഷ്യ ശരീരം അല്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മളിത് പെട്ടെന്ന് കവർ ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. നമുക്കറിയാലോ, സയൻസ് ടോപ്പിക്കിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ജീവശാസ്ത്രത്തിനാണ്, കൂടുതൽ വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റുകളാണ്, നമുക്ക് വേഗത്തിൽ പഠിച്ചു പോകാം. അപ്പോൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചിട്ടാണ് ആദ്യത്തെ വിവരണം. പാലിൻ്റെ വെളുത്ത നിറത്തിന് കാരണം എന്താണ്? ഇത് നിങ്ങൾക്ക് അറിയാം അല്ലെ, കേസിനാണ്. പാലിൻ്റെ വെളുത്ത നിറത്തിന് കാരണം കേസിൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് അല്ലെ, റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പൊട്ടാസ്യം 40 ആണ്. പൊട്ടാസ്യം 40 മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് പൊട്ടാസ്യം 40 ആണ്. നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു പോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പറയുമ്പോൾ അത് ശ്രദ്ധയോടെ കണ്ണടച്ചിരുന്ന് ശ്രദ്ധയോടെ കേൾക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് എളുപ്പത്തിൽ പഠിച്ചു പോകാം കേട്ടോ. അപ്പോൾ പൊട്ടാസ്യം 40 എന്താണ്? റിവേഴ്സ് ഓർഡറിൽ പഠിക്കുക. പൊട്ടാസ്യം 40 മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പാണ്. കേസിൻ എന്താണ്? പാലിൻ്റെ വെളുത്ത നിറത്തിന് കാരണമാകുന്ന ഇതാണ് അല്ലെ, കേസിൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യമാണ് അല്ലേ. നമ്മുടെ അസ്ഥി കാൽസ്യം ഫോസ്ഫേറ്റ് ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമെന്നാണ് കേട്ടോ. ലോഹം ഏതാണ്? കാൽസ്യമാണ്. മനുഷ്യ ശരീരത്തിലെ കൊഴുപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്കിൻ ഫോൾഡ് കാലിപ്പർ ആണ്. നിങ്ങൾ ചിലരൊക്കെ ഇത് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് അല്ലെ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു നോട്ട്ബുക്ക് കൂടെ കയ്യിൽ കരുതി വെക്കുക. അപ്പോൾ എന്താണ് സ്കിൻ ഫോൾഡ് കാലിപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് റിവേഴ്സ് ഓർഡറിൽ ഓർക്കാൻ കഴിയണം. സ്കിൻ ഫോൾഡ് കാലിപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യ ശരീരത്തിലെ കൊഴുപ്പാണ്. കൊഴുപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്കിൻ ഫോൾഡ് കാലിപ്പർ. അടുത്തത്, ജീനുകൾ മുറിച്ചു മാറ്റുന്നതിന് ഉപയോഗിക്കുന്ന എൻസൈമുകൾ അറിയപ്പെടുന്ന പേര് ഏതാണ്? എൻസൈമുകൾ. ജീനുകൾ മുറിച്ചു മാറ്റുന്നതിന്, മുറിച്ചു മാറ്റുന്നതിനാണ്? ജീനുകൾ. ശ്രദ്ധയോടെ കേൾക്കുക. ജീനുകൾ മുറിച്ചു മാറ്റുന്നതിന് ഉപയോഗിക്കുന്ന എൻസൈമുകൾ അറിയപ്പെടുന്നത് ജനറ്റിക് കത്രികകൾ എന്നാണ്. ജനറ്റിക് ബയോളജിക്കൽ സിസേഴ്സ് എന്ന് പറയുമല്ലേ, ജനറ്റിക് കത്രികകൾ. ഇത് 10ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അടുത്തത്, DNA പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് ജങ്ക് ജീനുകൾ എന്നാണ്. ഇത് 10ാം ക്ലാസ്സിലെ ടോപ്പിക്കിൽ നിന്ന് എടുത്തിട്ടുള്ള പോയിന്റാണ് കേട്ടോ. 10ാം ക്ലാസ്സിലെ ബയോളജിയുടെ പഠിക്കാനുണ്ട് ഈ ജങ്ക് ജീനുകൾ. അപ്പോൾ ജങ്ക് ജീനുകൾ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു യൂസും ഇല്ലാത്ത ജീനുകളാണ് ജങ്ക് ജീനുകൾ എന്ന് പറയുന്നത്. സാധാരണമായി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും താഴ്ന്ന താപനില കേട്ടോ, ഏറ്റവും താഴ്ന്ന താപനില ഏത് സമയത്താണ്? അത് രാവിലെ 4 മണിയോടെയാണ് ഏറ്റവും താഴ്ന്ന താപനില എന്ന് പറയുന്നത്. സാധാരണയായി ഓർക്കാനും, നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ചൂട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചൂട് ഏത് സമയത്താണ് ഏറ്റവും കുറഞ്ഞ ചൂട് ഉള്ളത്? അത് രാവിലെ 4 മണിയോടെയാണ്. നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കി, ഏറ്റവും താഴ്ന്ന താപനില നമ്മുടെ ശരീരത്തിൽ അതെപ്പോഴാണ്? രാവിലെ 4 മണിക്കാണ്. സിമ്പിളല്ലേ? മനുഷ്യ ശരീരത്തിൻ്റെ ശരാശരി ഊഷ്മാവ് എത്ര ഫാരൻഹീറ്റ് ആണ്?
കേട്ടോ. എത്ര ഫാരൻഹീറ്റ് ആണെന്നാണ് നല്ലൊരു ചോദ്യമാണ്. ഇത് 98.4 ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ചിലപ്പോൾ 96.8 കൊടുക്കാം, 98.6 കൊടുക്കാം, ഇതൊക്കെ ആയിട്ടായിരിക്കും തെറ്റിപ്പോകുന്നത്. അപ്പം 98.4 എന്ന് ഓർത്തിരിക്കുക. 98.4 എന്താണ്? അല്ലെ 98 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കാൻ വേണ്ടി പറയാം. കാരണം ഡിജിറ്റ് 9, 8ന്റെ പകുതി 4 അങ്ങനെ ഓർക്കാനാണ് പറഞ്ഞത്. 98.4 ഫാരൻഹീറ്റ് ആണ് മനുഷ്യ ശരീരത്തിൻ്റെ ശരാശരി ഊഷ്മാവ്. നിങ്ങൾ നോട്ടിൽ സിമ്പിളായിട്ട് എഴുതിയാൽ മതി. മനുഷ്യ ശരീരത്തിൻ്റെ ശരാശരി ഊഷ്മാവ് ഡിഗ്രി സെൽഷ്യസിൽ പറയാനാണെങ്കിൽ അത് 36.9 ഡിഗ്രി. ചില സ്ഥലങ്ങളിൽ റൗണ്ട് ചെയ്ത് 37 ഡിഗ്രി എന്നൊക്കെ കാണാറുണ്ടല്ലേ. അപ്പോൾ ആക്ച്വലി കറക്റ്റ് എക്സാക്റ്റ് ഡിഗ്രി സെൽഷ്യസ് ആണ് 36.9. അപ്പോൾ ഇത് രണ്ടും തെറ്റിപ്പോകാറുണ്ട്. ചിലപ്പോൾ രണ്ടും കൂടെ ഓപ്ഷനിൽ കൊടുക്കും. മനുഷ്യ ശരീരത്തിൻ്റെ ശരാശരി ഊഷ്മാവ് എത്ര? 36.9 ഡിഗ്രി സെൽഷ്യസ് എന്നിട്ട് ബാർ ഇട്ടിട്ട് 98.4 ഡിഗ്രി. ഇത് അടുത്ത ഓപ്ഷനിൽ ചിലപ്പം 39.6 ഡിഗ്രി എന്നിട്ട് 90 രണ്ടും കൂടെ ചോദിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് പഠിച്ചു വയ്ക്കുക. 98.4 ഫാരൻഹീറ്റും 36.9 ഡിഗ്രി സെൽഷ്യസ് ആണ് ശരീരത്തിൻ്റെ ഊഷ്മാവ്. അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ പിതാവ് എന്ന് പറയുന്നത് ജോസഫ് മുറേ ആണ്. അപ്പോൾ ജോസഫ് മുറേ എന്നൊരു പേര് എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ എന്ത് ആലോചിക്കണം? അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ പിതാവാണ് അല്ലേ. ജോസഫ് മുറേ അവയവം മാറ്റിവെക്കൽ പിതാവാണ് ജോസഫ് മുറേ. ഇനി എന്തിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്? അപ്പോൾ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ രൂപമാണ്? അത് കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് അല്ലെ. കൊഴുപ്പിൻ്റെ ഒരു വകഭേദമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ കൊളസ്ട്രോൾ നോക്കാൻ പോകുന്നതെന്ന് പറയും അല്ലെ. അത് കൊഴുപ്പിൻ്റെ കണ്ടന്റ് നോക്കാൻ പോകുന്നതാണ്. LDL എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? കൊളസ്ട്രോൾ നോക്കാൻ പോകുമ്പോൾ നോക്കുന്നവർക്കറിയാലേ. LDLും HDL ഉണ്ട്. LDL എന്ന് പറയുന്നത് ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്നുള്ളതാണ് LDL ആണ് ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. നമ്മൾ ചെല്ലുമ്പോൾ അല്ലേ പ്രായമുള്ള ആൾക്കാർ ചീത്ത കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോൾ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അതിൽ LDL എന്ന് പറയുന്നത് ചീത്ത കൊളസ്ട്രോൾ ആണ്. ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്നാണ് അല്ലേ. ഇതിൻ്റെ കൂടെ ഒരു HDL ഉണ്ടല്ലേ. HDL എന്ന് പറഞ്ഞാൽ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആണ്. HDLൻ്റെ അളവ് കൂടുന്നത് നല്ലതാണ്. അത് നല്ല പ്രോട്ടീൻ നല്ല കൊളസ്ട്രോൾ ആണ് അല്ലേ. അടുത്തത്, ഏത് കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? അതാണ് വിത്തുകോശങ്ങൾ എന്നറിയപ്പെടുന്നത് അല്ലെ. വിത്തുകോശങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ക്ലോണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു പദമാണ് വിത്തുകോശങ്ങൾ എന്ന് പറയുന്നത്. വിത്തുകോശങ്ങൾ കാണപ്പെടുന്ന ശരീരഭാഗങ്ങൾ ഏതെല്ലാമാണ്? അത് ത്വക്ക് അല്ലെ, നമ്മുടെ തൊലിയിലുണ്ടാവും. പിന്നെ മജ്ജ, അസ്ഥിമജ്ജ, പിന്നെ അന്നപദം. അപ്പോൾ ത്വക്ക്, മജ്ജ, അന്നപദം ഇവിടെയാണ് വിത്തുകോശങ്ങൾ കാണപ്പെടുന്നത്. ശരീര സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന കലയാണ് ആവരണകല എന്ന് പറയുന്നത്. അപ്പോൾ ആവരണകലയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ശരീര സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന കലയാണ് ആവരണകല. LDL എന്താണ്? LDL ശരീരത്തിന് ദോഷകരമായ കൊളസ്ട്രോൾ. അതാണ് ചീത്ത കൊളസ്ട്രോൾ എന്ന് നമ്മൾ പറഞ്ഞത്. LDL ചീത്ത കൊളസ്ട്രോൾ ആണ് LDL. അടുത്തത്, ശരീരത്തിലെ പ്രതിരോധ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ അവയവമാണ് പ്ലീഹ എന്ന് പറയുന്നത്. ശരീരത്തിലെ പ്രതിരോധ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട അല്ലെ, ശരീരത്തിലെ പ്രതിരോധ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ അവയവമാണ് പ്ലീഹ എന്ന് പറയുന്നത്. ശരീരത്തിലെ ആയുധപുര എന്നറിയപ്പെടുന്ന ഭാഗം പ്ലീഹയാണ് അല്ലെ. ശരീരത്തിലെ ആയുധപുര എന്നറിയപ്പെടുന്ന ഭാഗം പ്ലീഹയാണ്. ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കലയാണ് നാഡീകല എന്ന് പറയുന്നത്. 10ാം ക്ലാസ്സിലെ ടോപ്പിക്കിലെ ആ നെർവസുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററിൽ ഇങ്ങനെ തന്നെയാണ്. ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കലയാണ് നാഡീകല എന്ന് പറയുന്നത്. അതുപോലെ സാധാരണമായി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉയർന്ന താപനില അല്ലെ, നമ്മൾ താഴ്ന്ന താപനില പറഞ്ഞു. എപ്പോഴാണ് ശരീരം എപ്പോഴും ചൂടായിരിക്കുന്നത് എപ്പോഴാണെന്നാണ് പറഞ്ഞത്? അത് വെളുപ്പിനെ 4 മണിക്കെന്ന് പറഞ്ഞു. ഇത് ഏറ്റവും ഉയർന്ന താപനിലയുള്ളത് വൈകുന്നേരം 4 മുതൽ അല്ലെ. വൈകുന്നേരം എപ്പോഴാണ്? വൈകുന്നേരം 4 മുതൽ 7 മണി വരെയാണ്. ഇതൊക്കെ പഠിക്കേണ്ട കാര്യമുണ്ടോ? കാരണം വെച്ചാൽ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി അല്ലേ. സാധാരണയായി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉയർന്ന താപനില അല്ലെ എപ്പോഴാണ്? വൈകുന്നേരം 4 മുതൽ 7 മണി വരെ ആയിരിക്കും ബോഡി ഹീറ്റായിട്ടിരിക്കുന്നത് അല്ലെ. കെൽവിൻ സ്കെയിലിൽ മനുഷ്യ ശരീരത്തിന്റെ സാധാരണ ഊഷ്മാവ് എത്രയാണ്? അത് 310 ആണ്. കെൽവിൻ സ്കെയിലിൽ 310 അല്ലെ. നമ്മളിപ്പോൾ തൊട്ട് മുകളിൽ പഠിച്ചത് 98.4 ഫാരൻഹീറ്റ് അല്ലെങ്കിൽ എന്താ പറയുക 36.9 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെ. ഡിഗ്രി സെൽഷ്യസിൽ പറയുവാണെങ്കിൽ ഏതായിരിക്കും വരുന്നത്?
ഡിഗ്രി സെൽഷ്യസിലാവുമ്പോൾ 36.9 ഡിഗ്രിയും നമ്മുടെ മറ്റേ ഫാരൻഹീറ്റിലാവുമ്പോൾ 98.4 നമ്മൾ പറഞ്ഞു. ഇപ്പോൾ കെൽവിൻ ആകുമ്പോൾ എത്രയാണെന്നാണ് പറയുന്നത്? കെൽവിൻ ആകുമ്പോൾ അത് 310 ആണെന്നാണ് പറയുന്നത് അല്ലേ. കെൽവിൻ ആകുമ്പോൾ അത് 310 പറയും. ഇത് നോട്ട് ചെയ്ത് വെക്കണേ. കൊതുക് മനുഷ്യ സാമീപ്യം തിരിച്ചറിയുന്നത് എങ്ങനെയെന്ന് ചിലർ പറയത്തില്ല, ഞാൻ എവിടെ കിടന്നാലും വന്ന് എന്നെ കൊതുക് കടിക്കും എന്ന് പറയുന്നത്. അപ്പോൾ കൊതുക് മനുഷ്യൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നത് വിയർപ്പിലെ ലാക്റ്റിക് അമ്ലം മണത്തെറിഞ്ഞിട്ടാണ്. ഇപ്പം പിടികിട്ടി ഇവന്മാർ എങ്ങനെയൊക്കെ നമ്മൾ പുതച്ചുമൂടി കിടന്നാലും ഇവന്മാർ അവിടെ വന്ന് നമ്മുടെ കൈക്കെട്ടൊക്കെ കുത്തുന്നത് അല്ല. ഇത് തന്നെ കൊതുക് എന്തുകൊണ്ടാണ്? നമ്മുടെ വിയർപ്പിലെ ലാക്റ്റിക് അമ്ലം മണത്തെറിഞ്ഞിട്ടാണ് ഇവന്മാർ വരുന്നത്. മനസ്സിലായോ? അപ്പം നവജാത ശിശു എന്നറിയപ്പെടുന്ന പ്രായം, അല്ല നമ്മൾ നവജാത ശിശു എന്ന് പറയാറുണ്ടല്ലോ അല്ലേ. നവജാത ശിശു എന്നറിയപ്പെടുന്ന പ്രായം എന്ന് പറയുന്നത് ജനനം മുതൽ 28 ദിവസം വരെയാണ്. അതായത് 4 ആഴ്ച അല്ലെ, ചുരുക്കി പറഞ്ഞാൽ 28 കെട്ടുന്നവരെ എന്ന് നമുക്ക് സിമ്പിളായിട്ട് ഓർത്തിരിക്കാം അല്ലെ. നവജാത ശിശു എന്ന് പറയുന്നത് അല്ലെ 28 ദിവസം വരെയാണ്. ജനനം മുതൽ 28 ദിവസം വരെ അല്ലെ. 28 കെട്ടി കഴിയുമ്പോൾ നവജാത ശിശു മാറി ഒരു പേര് വിട്ട് അല്ലെ. അങ്ങനെ ഓർക്കാം. നവജാത ശിശു അതുവരെ നമ്മൾ പേരിട്ടിട്ടില്ല. പേരിടുന്ന നവജാത ശിശു എന്നാണ് പറയുന്നത്. പേരിട്ട് കഴിയുമ്പോൾ അങ്ങനെ ഓർക്കാം. അടുത്തത് മനുഷ്യ ഉത്ഭവത്തെക്കുറിച്ചും വംശീയ പരിണാമത്തെക്കുറിച്ചും പഠിക്കുന്ന വിജ്ഞാനശാഖയാണ് നരവംശാസ്ത്രം എന്ന് പറയുന്നത്. അത് പിന്നെ ആ പേരിലുണ്ട് നരവംശാസ്ത്രം. അടുത്തത് മനുഷ്യ വളർച്ചയിൽ എത്ര ഘട്ടങ്ങളുണ്ട്? മനുഷ്യ വളർച്ചയിൽ 5 ഘട്ടങ്ങളുണ്ട്. മനുഷ്യ വളർച്ചയിൽ എത്ര ഘട്ടങ്ങളുണ്ട്? 5 ഘട്ടങ്ങളുണ്ട് മനുഷ്യ വളർച്ചയിൽ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടിയ അളവിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തമാണ് ജലം എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും മനുഷ്യ ശരീരം എന്ന് പറഞ്ഞ ടോപ്പിക്ക് പഠിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് അല്ലേ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളതായിരിക്കുന്നു. പക്ഷേ എല്ലാം നല്ല വ്യത്യസ്തമായ പോയിന്റുകളുണ്ട്. നിങ്ങളത് കേട്ട് പഠിക്കുക. മനുഷ്യ ശരീരത്തിൽ ശരാശരി എത്ര ലിറ്റർ ജലം ഉണ്ടാകും? ശരാശരി 45 ലിറ്റർ ജലം ഉണ്ടാകും. മനുഷ്യ ശരീരത്തിൽ ശരാശരി 45 ലിറ്റർ ജലം ഉണ്ടാകും. മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ അളവ് എത്ര ശതമാനമാണ്? അത് 65%. അപ്പം ചുരുക്കി പറയുന്നത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടിയ അളവിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തം ഏത് അല്ലെ? സംയുക്ത കോമ്പൗണ്ട് ആണ്. ഏറ്റവും കൂടിയ അളവിൽ അടങ്ങിയിരിക്കുന്ന കോമ്പൗണ്ട് അല്ലെങ്കിൽ സംയുക്തം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജലമാണ് അല്ലെ. ജലം H2O ജലം. മനുഷ്യ ശരീരത്തിൽ ശരാശരി എത്ര ലിറ്റർ അല്ലെ, ശരാശരി എത്ര ലിറ്റർ ജലമുണ്ടെന്ന് ചോദിച്ചാൽ അതെത്രയാണ്? 45 ലിറ്റർ ഉണ്ട്. ശരാശരി ഒരാളുടെ ശരീരത്തിൽ 45 ലിറ്റർ ജലം ഉണ്ടാകും അല്ലെ. ഇനി മനുഷ്യ ശരീരം മൊത്തം എടുക്കുമ്പോൾ ജലത്തിന്റെ അളവ് എത്ര ശതമാനമാണ്? അത് ഒരാളുടെ മനുഷ്യ ശരീരം എടുത്താൽ അയാളുടെ ശരീരത്തിന്റെ 65% ജലമാണെന്നാണ് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ അളവ് അല്ലെ എത്ര? മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ അളവ് എത്ര ശതമാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 65% ജലമാണ് അല്ലെ. മനുഷ്യന്റെ ഹൃദയമിടിപ്പ് നിരക്ക് മിനിറ്റിൽ 72 ആണ് അല്ലെ. മിനിറ്റിൽ 72 ആണ് മനുഷ്യന്റെ ഹൃദയമിടിപ്പ് നിരക്ക്. ഹൃദയമിടിപ്പ് നിരക്ക് എന്ന് പറയുന്നത് 72 മിനിറ്റ് ആണ്. 72 ടൈംസ് ആണ് മിനിറ്റിൽ. ഒരു മിനിറ്റിൽ 72 തവണയാണ് ഹൃദയം ഇടിക്കുന്നത് അല്ലെ. മുറിവുകളെ കുറിച്ചുള്ള പഠനമാണ് ട്രോമറ്റോളജി. എന്താണ്? മുറിവുകളെ കുറിച്ചുള്ള പഠനമാണ് ട്രോമറ്റോളജി എന്നറിയപ്പെടുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നു, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. കാരണം ഈ നിരവധി ടോപ്പിക്കുകൾ പ്രധാനപ്പെട്ടത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആവശ്യമില്ലാത്ത ടോപ്പിക്കുകളൊന്നും പഠിക്കുന്നില്ല. നിങ്ങൾ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. അപ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടാലേ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടത്തുള്ളൂ. ഇനിയിപ്പോൾ വൈകിട്ട് 7 മണിക്കൊരു വീഡിയോ ഇടുന്നുണ്ട്, അതേപോലെ 8 മണിക്ക് ഇടുന്നുണ്ട്. അപ്പോൾ നാളെ തൊട്ട് ചിലപ്പോൾ 3 മണിക്ക് ഇട്ടെന്നിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് ഓൺ ചെയ്തിടുക നോട്ടിഫിക്കേഷൻ. വിഷവസ്തുക്കളെക്കുറിച്ചും ജീവികളിൽ അവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള പഠനമാണ് ടോക്സിക്കോളജി അല്ലെ. ഇന്നത്തെ കാലത്തെ ഒരു പദമാണ് ടോക്സിക്കോളജി എന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ ടോക്സിക്കോളജി അല്ല, ടോക്സിക് എന്ന് പറയുന്നത് അല്ലെ. ഭയങ്കര ഉപദ്രവകരമായിട്ടുള്ള രീതിയിലുള്ള പ്രഷറിനെയാണ് അല്ലെ നമ്മൾ ടോക്സിക് എന്ന് പറയത്തില്ലേ. ഹീസ് ടോക്സിക് അല്ലെ, ഷീസ് ടോക്സിക് എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ടോക്സിക്കോളജി എന്ന് പറഞ്ഞാൽ എന്താ? വിഷവസ്തുക്കളെക്കുറിച്ചും അല്ലെ, വിഷവസ്തുക്കളെക്കുറിച്ചും ജീവികളിൽ അവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള പഠനമാണ് ടോക്സിക്കോളജി. പാലിന് രുചി നൽകുന്നത് ലാക്ടോസ് ആണ്. മരുന്നുകളെക്കുറിച്ചുള്ള പഠനമാണ് ഫാർമക്കോളജി. ഫാർമസി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ട് പറഞ്ഞു പോകാൻ പറ്റും. മാറ്റിവെക്കപ്പെട്ട അവയവത്തെ ശരീരം തിരസ്കരിക്കാതിരിക്കുന്നത് തടയാനായി ഉപയോഗിക്കുന്ന ഔഷധമാണ് സൈക്ലോസ്പോറിൻ. അപ്പോൾ സൈക്ലോസ്പോറിൻ എന്ന് പറയുന്ന ഒരു മരുന്നിൻ്റെ പേര് കേട്ടാൽ എന്താണ് അല്ലെ? മാറ്റിവെക്കപ്പെട്ട അവയവത്തെ ശരീരം തിരസ്കരിക്കാതിരിക്കുന്നത് തടയാനായി ഉപയോഗിക്കുന്ന
ഔഷധമാണ്, അല്ലെ അവയവ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയിൽ ഉപയോഗിക്കുന്നതാണ് ഈ സൈക്ലോസ്പോറിൻ എന്ന് പറയുന്നത്. നവജാത ശിശുക്കളെ കുറിച്ചുള്ള പഠനമാണ് നിയോനേറ്റോളജി അല്ലെ. നിയോ മീൻസ് പുതിയത് എന്നുള്ളതാണ്. നവജാത ശിശുക്കളെ കുറിച്ചുള്ള പഠനമാണ് നിയോനേറ്റോളജി. പ്രതിരോധ സംവിധാനത്തിലെ പ്രധാന ഘടകങ്ങളായ ടി കോശങ്ങൾ അല്ലെ, ടി കോശങ്ങൾ അതേപോലെ ബി കോശങ്ങൾ എന്നിവയെ സംഭരിക്കുന്ന അവയവമാണ് പ്ലീഹ എന്ന് പറയുന്നത്. പ്രതിരോധ സംവിധാനത്തിലെ പ്രധാന ഘടകങ്ങളായ ടി സെൽസ്, ബി സെൽസ്, ഇത് 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിലുള്ളതാണ്. ടി കോശങ്ങൾ, ബി കോശങ്ങൾ അഥവാ ടി സെൽസ്, ബി സെൽസ് അല്ലെ. ഇത് സംഭരിക്കുന്നത് എവിടെയാണ്? ഇവ സംഭരിക്കുന്നത് പ്ലീഹയാണ്. ഏറ്റവും സമീകൃതമായ ആഹാരമായി അറിയപ്പെടുന്നത് പാലാണ്. ഏറ്റവും സമീകൃതമായ ആഹാരം പാലാണ്. ശരീരത്തിലെ പട്ടാളക്യാമ്പ് അല്ലെ, ശരീരത്തിലെ പട്ടാളക്യാമ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അവയവം പ്ലീഹയാണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ താരം എന്ന് പറയുന്നത് പ്ലീഹയാണ് അല്ലെ, പ്ലീഹ. അതുപോലെ കാലുകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട വൈദ്യശാസ്ത്ര ശാഖയാണ് പോഡിയാട്രിക്സ് അല്ലെ. പോഡിയാട്രി എന്ന് പറയുന്നത് അല്ലെ നമ്മുടെ പാദങ്ങളെ, കാലുകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട വൈദ്യശാസ്ത്ര ശാഖയാണ്. നമ്മൾ പീഡിയാട്രീഷ്യൻ എന്ന് നമുക്കറിയാം അല്ലെ, കുട്ടികളുമായി ബന്ധപ്പെട്ട ഡോക്ടറാണ് പീഡിയാട്രീഷ്യൻ അല്ലെ. ഇത് പോഡി അല്ലെ. പോഡി എന്ന് പറഞ്ഞാൽ കാലുകൾ എന്നാണ് കേട്ടോ, കാലുകൾ. അടുത്തത് ലൈംഗിക അവയവങ്ങളിലെ ബീജോത്പാദക കോശങ്ങളിൽ നടക്കുന്ന വിഭജനത്തിന്റെ പേര് ഊനഭംഗം എന്നാണ്. ഊനഭംഗം അല്ലെ. ലൈംഗിക അവയവങ്ങളിലെ ബീജോത്പാദക കോശങ്ങളിൽ നടക്കുന്ന വിഭജനത്തിന്റെ പേര് ഊനഭംഗം എന്നാണ്. ക്ലോൺ എന്ന വാക്കിന്റെ അർത്ഥം ചുള്ളിക്കമ്പ് എന്നാണ്. ക്ലോൺ എന്ന വാക്കിന്റെ അർത്ഥം ചുള്ളിക്കമ്പ് എന്നാണ്. ചുള്ളിക്കമ്പ്. മനുഷ്യ ശരീരത്തിന്റെ ശരാശരി ഊഷ്മാവ് 37 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ആദ്യമായി കണക്കാക്കിയ ജർമ്മൻ ഭിഷഗ്വരനാണ് കാൾ വുണ്ടർലിക്ക്. ഇത് അറിഞ്ഞിരിക്കേണ്ട, ഇദ്ദേഹം ഒരു ജർമ്മൻ ഡോക്ടറാണ് അല്ലെ, കാൾ വുണ്ടർലിക്ക്. അടുത്ത ചോദ്യം, പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ് ആണ്. അറിയാം. മനുഷ്യൻ സസ്തനികളിലെ ഉയർന്ന വർഗമായ ഡാഷ് എന്ന ഗണത്തിൽപ്പെട്ടവയാണ് പ്രൈമേറ്റുകൾ. പ്രൈമേറ്റ് എന്ന വിഭാഗത്തിലാണ് മനുഷ്യൻ പെടുന്നത് കേട്ടോ. പ്രൈമേറ്റ് എന്ന വിഭാഗത്തിലാണ് മനുഷ്യൻ പെടുന്നത്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓക്സിജനാണ്. നേരത്തെ പറഞ്ഞ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ സംയുക്തം ഏതാണ്? അത് H2O, ജലമാണ് അല്ലെ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം പഠിച്ചു. അതെന്തായിരുന്നു? ലോഹം. അത് നമ്മൾ കാൽസ്യം എന്ന് പഠിച്ചു. ഇവിടെ പറയുന്നത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതെന്നാണ്. മൂലകം ഓക്സിജൻ ആണ്. ആദ്യമായി കണ്ടുപിടിച്ച ആന്റിബയോട്ടിക് ഔഷധം പെനിസിലിൻ ആണ് അല്ലെ. പെൻസിലിയം നൊട്ടേറ്റം എന്ന ഇതിൽ നിന്ന് അലക്സാണ്ടർ ഫ്ലെമിംഗ് ഏകദേശം എനിക്ക് തോന്നുന്നു 1928 എന്തോ ആണ് കണ്ടുപിടിക്കുന്നത് അല്ലെ. ആകസ്മികമാണ് കണ്ടുപിടിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വേദന സംഹാരി എന്ന് പറയുന്നത് ആസ്പിരിൻ ആണ് അല്ലെ. അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്നുള്ളതാണ് ആസ്പിരിൻ എന്നതിന്റെ പൂർണ്ണരൂപം അല്ലെ. മൂക്കിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് റൈനോളജി എന്നറിയപ്പെടുന്നത്. റൈനോളജി മീൻസ് മൂക്ക് അല്ലെ. മരിച്ചു കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ കൈകാലുകൾക്ക് ബലം വയ്ക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് റിഗർ മോർട്ടിസ് എന്ന് പറയുന്നത് അല്ലെ. മരവിച്ചു പോകും അല്ലെ. മരിച്ചു കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ കൈകാലുകൾ ബലം വയ്ക്കുന്ന അവസ്ഥയ്ക്ക് അല്ലെ. ശവശരീരം ഇങ്ങനെ മരവിച്ചല്ലേ കിടക്കുന്നത്, അതിനാണ് റിഗർ മോർട്ടിസ് എന്നാണ് ആ അവസ്ഥയ്ക്ക് പറയുന്ന പേര് അല്ലെ. ഇനി നിങ്ങൾ സിനിമയിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇത് കാണാനിടയാകുമ്പോൾ നിങ്ങൾ എന്ത് പറയണം? റിഗർ മോർട്ടിസ് അല്ലെ. റിഗർ മോർട്ടിസ് എന്താണെന്ന് മനസ്സിലായല്ലോ ഇപ്പോൾ. റിഗർ മോർട്ടിസ്. അടുത്തത് മനുഷ്യൻ എന്ന ഒരു ടോപ്പിക്ക് കൊടുത്തിരിക്കുകയാണ്. അതിൽ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. മനുഷ്യന്റെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് ഹോമോസാപ്പിയൻസ് ആണ്. നമുക്കറിയാവുന്നതാണ്. ഹോമിനിഡേ കുടുംബത്തിലെ വംശനാശ ഭീഷണി നേരിടാത്ത ഏക ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. എന്താണ്? ഹോമിനിഡേ അല്ലെ. ഹോമോസാപ്പിയൻസ് എന്ന് അത് കണക്ട് ചെയ്യാം. ഹോമിനിഡേ കുടുംബത്തിലെ വംശനാശ ഭീഷണി നേരിടാത്ത ഏക ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. നമ്മുടെ യൂട്യൂബിൽ ഇടുന്ന എല്ലാ ക്ലാസ്സുകളുടെയും പരീക്ഷ നമ്മൾ ടെലഗ്രാമിൽ ഇടാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ടെലഗ്രാമിൽ മസ്റ്റായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പോളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെ കുറേ റാങ്ക് മേക്കിംഗ് PDF-കളൊക്കെ അതിനകത്ത് ഇടുന്നുണ്ട്. പരീക്ഷകൾ ഇടുന്നുണ്ട്. ഓഡിയോ ക്ലാസ് ഇടുന്നുണ്ട്. നമുക്ക് ടൈം എല്ലാം കൂടെ പറ്റുന്നില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ ഓഡിയോ ക്ലാസ് ഒക്കെ ഇടുന്നുണ്ട്. അതൊക്കെ കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. ഈ ചാനലിനെ കുറിച്ച് നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ലൈക്ക് ചെയ്യണം. എന്നാലേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഞാൻ ഈ പഠിപ്പിക്കുന്നതൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെന്ന്. കുറേ അധികം പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നന്ദി. ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ജീവി മനുഷ്യനാണ്. അറിയാലോ, ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ജീവി എന്ന് പറയുന്നത് മനുഷ്യനാണ്. ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ച മസ്തിഷ്കമുള്ള ജീവിയും മനുഷ്യൻ തന്നെയാണ്. ഏറ്റവും കൂടുതൽ നേരം 2 കാലിൽ നിൽക്കുന്ന സസ്തനി എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനാണ്. മലർന്നു കിടന്നുറങ്ങുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ് അല്ലെ. നല്ല പോയിന്റ് അല്ലെ. പരിണാമ ശ്രേണിയിലെ ഒടുവിലത്തെ കണ്ണിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. വിനോദത്തിനായി മറ്റു ജീവികളെ കൊല്ലുന്ന ഏക ജീവി മനുഷ്യനാണ് അല്ലെ. വേറെ ഒരു കാര്യമില്ല. ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല എന്ന് കൊന്നുകളെ അല്ലെ. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. പെട്രോൾ ഒഴിച്ചൊക്കെ കൊന്നല്ലേ. ചോദിച്ചിട്ട് ഇഷ്ടമാണോന്ന് ചോദിച്ചിട്ട് അവൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ല. ഉടനെ പെട്രോൾ ഒഴിച്ചു കൊന്നു അല്ലെ.
ഒരു രസം അല്ലേ, ഒരു രസം. വിനോദത്തിനായി മറ്റു ജീവികളെ കൊല്ലുന്ന ഏക ജീവിയാണ് മനുഷ്യൻ. സംസാരത്തിലൂടെ ആശയവിനിമയം നടത്തുന്ന ഏക ജീവി മനുഷ്യനാണ് അല്ലേ, മനുഷ്യൻ. മറ്റുള്ള ജീവികളെ ചിലതൊക്കെ അറിയാമല്ലോ നിങ്ങൾ, ഫിറോമോണിലൂടെയാണെന്നൊക്കെ അറിയാം. കരയിലെ സസ്തനികളിൽ ഏറ്റവും ആയുസ് കൂടിയത് മനുഷ്യനാണ്. അപ്പോൾ നമ്മൾ ഇതാണ് അല്ലേ, നോക്കിയാൽ ബയോളജി ആണെങ്കിലും ടോപ്പിക്കെല്ലാം ഇതിലെ പോയിന്റുകളെല്ലാം വ്യത്യസ്തമാണ്. നമ്മൾ തൽക്കാലം തുടക്കമായതുകൊണ്ട് ഇത്രയേ എടുക്കുന്നുള്ളൂ. ഇനി ബാക്കി നമുക്ക് എടുത്തു പോകാം. അപ്പോൾ ഇന്ന് 7 മണിക്ക് അടുത്ത ടോപ്പിക് ഇടുന്നുണ്ട്, അതേപോലെ 8 മണിക്ക് മറ്റൊരു ടോപ്പിക് ഇടുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒത്തിരി നമുക്ക് പഠിക്കാൻ കിടക്കുന്നു. 20 എണ്ണം വരെ ഉണ്ട്, നമ്മൾ 6 എണ്ണം വരെ ആയിട്ടുള്ളൂ. അതും കിടക്കുന്ന എല്ലാം നമുക്ക് പഠിക്കണം. കറണ്ട് അഫയേഴ്സ് പഠിക്കണം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെയൊക്കെ റിവിഷൻ നടത്തിപ്പോണം. അപ്പോൾ എല്ലാവരും ചാനലിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, നിങ്ങൾ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക, ഏത് ടോപ്പിക് ആദ്യം വേണമെന്നൊക്കെ പറയുക. ഓക്കെ, താങ്ക് യു.